and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തലയിൽ താരനുണ്ട് അല്ലെങ്കിൽ ഹെയർ ഫോൾ നല്ലോണം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഹെയർ മാസ്ക് ആണ്. മെയിനായിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് റെഡിയാക്കേണ്ടത്. നല്ല സിമ്പിളായിട്ട് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. വെറും 2 to 4 ഇൻഗ്രീഡിയൻസേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ഡെഫിനറ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ഒരു മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ശികക്കായി പൗഡറാണ്. ഇതിൻ്റെ 2 സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ വിറ്റാമിൻ എയും സിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേൾസിനെ ഡീടാങ്കിൾ ചെയ്യാനും ഫ്രിസ് കളയാനും പിന്നെ ശികക്കായി പൗഡറിൽ ആൻറ്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ pH മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണ്. നമ്മുടെ pH ബാലൻസ് ആവില്ലേ നമ്മുടെ സ്കാൽപ്പിൻ്റെ, അപ്പോൾ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് കുറയാനും നല്ലൊരു സഹായിക്കും കേട്ടോ ഈ ശികക്കായി പൗഡർ. ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ആംല പൗഡറാണ്. ആംല പൗഡർ എല്ലാവർക്കും അറിയാം, നമ്മുടെ നെല്ലിക്കയുടെ പൊടി. അത് നമ്മുടെ ഹെയറിന് നറിഷ് ചെയ്യാനും പിന്നെ നമ്മുടെ ഹെയർ തിന്നും വീക്കാണെങ്കിൽ അതിനെ നല്ല എന്താ പറയുക ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. പിന്നെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനും നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിൽ ഓർഗാനിക് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അലോവേര ജെൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഒറിജിനലായിട്ട് അലോവേര ജെൽ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇതിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് അത് തന്നെ യൂസ് ചെയ്തു. നെക്സ്റ്റ് ഞാനൊരു 4-5 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ ഹെയറിന് ഒരു സ്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എളുപ്പമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ അലോവേര ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ അങ്ങനെ തൈരോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനെന്തായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിതിന് നോക്കിയ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ റൂട്ട്സുമ്മയും എൻ്റെ സ്കാൽപ്പുമ്മയും നന്നായി വെച്ച് തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തുമ്മയും തേക്കുന്നുണ്ട്. ഈ ഒരു മാസ്ക് റൂട്ട്സുമ്മ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട്സിലുള്ള ആ ഡാൻഡ്രഫ് വലുതുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും നമ്മുടെ റൂട്ട്സിനെ നറിഷ് ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ ലെങ്സിമ്മ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്സിൽ നമുക്ക് ആ ഒരു ഷൈൻ കിട്ടാനും ഫ്രിസിനെസ് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശികക്കായി ആഡ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്രിസിനെസ്സിനും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെങ്സിമ്മ അപ്ലൈ ചെയ്തത്. ഇത് ഞാൻ നല്ല രീതിയിൽ എൻ്റെ എല്ലാ പാർട്സിലും ഇവിടെ നമുക്ക് ഹെയർ ലൈൻ ഉണ്ട് അവിടെയൊക്കെ നന്നായി അപ്ലൈ ചെയ്തിട്ട് ഞാനിത് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ ഈ മാസ്ക് വെക്കുക. അതിലും കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ്സ് എങ്കിലും വെച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് കൊടുക്കുക. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കണ്ടീഷണർ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഡാൻഡ്രഫ് പോയിട്ടുണ്ട് നല്ലോണം. ഹെയർ ഫോളും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒറ്റ യൂസിലാണ് നിങ്ങൾ യൂസ് ചെയ്തോളത്തോളം നന്നായി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.